കവിത പാടും കാവേരി. താളത്തോടെ ആടുന്ന കാവേരി. പാട്ടുകളിൽ നമ്മൾ കാവേരിയെപ്പറ്റി ഏറെ കേട്ടിട്ടുണ്ട്. തമിഴർക്കും കർണാടകക്കാർക്കും കാവേരി ഒരു നദി മാത്രമല്ല, വികാരം കൂടിയാണ്. 100 അണകൾ കെട്ടിയാലും കുതിച്ചോടുന്ന കാവേരി നദിയിലെ ഏറ്റവും വലിയ ഡാമിന്റെ കാഴ്ചകളിലേക്കാണ് ഈ യാത്ര. അതാണ് മേട്ടൂർ ഡാം. തമിഴ്നാട്ടിലെ സേലത്തിനടുത്താണ് മേട്ടൂർ ഡാം. മേട്ടൂർ എന്ന പേര് കേൾക്കുമ്പോഴേ സഞ്ചാരികളുടെ ഉള്ളിൽ മീൻ രുചിയുടെ നിരപ്പുയരും. ഡാമിന് മുന്നിലെ വഴികളിൽ ചെറിയ തട്ടുകടകൾ ഏറെയാണ്. അതിൽ ചോറും മീൻകറിയും മീൻ ഫ്രൈയും ബിരിയാണിയും വിളമ്പുകയാണ് വീട്ടമ്മമാർ. തുറന്നു വച്ചിരിക്കുന്ന മീനുകളാണെങ്കിലും അവ ധൈര്യത്തോടെ കഴിക്കാമെന്ന് ഡാമിലെ സെക്യൂരിറ്റിക്കാർ പറയുന്നു. കാരണം ഡാമിലെ ഫ്രഷ് മീനുകളാണവ. മിക്സ്ചർ പോലെ വറുത്തു കോരുന്ന ചെറു ഞണ്ടുകളും പ്രധാന വിഭവമാണ്. മേട്ടൂർ ഡാമിൽ 2 പ്രധാന കാഴ്ചകളാണുള്ളത്. ആദ്യത്തേത് ഡാമിന് തൊട്ടു താഴെയുള്ള ഉദ്യാനം. ആഹാരം പാഴ്സൽ വാങ്ങുന്നവർ ഇവിടെയുള്ള മരത്തണലുകളിൽ വന്നിരുന്നാണ് കഴിക്കുക. ടിക്കറ്റ് എടുത്ത് നടക്കുമ്പോൾ ആദ്യത്തെ കാഴ്ച കനാലാണ്. അതിനപ്പുറം വിശാലമായ ഉദ്യാനം. കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടവും വിശ്രമ കേന്ദ്രങ്ങളുമാണ് ഇവിടെയുള്ളത്. 1934 നിർമ്മിക്കപ്പെട്ട മേട്ടൂർ ഡാം 91 വർഷത്തിന്റെ പഴക്കവുമായി തല ഉയർത്തി നിൽക്കുന്നു. 37 മീറ്ററാണ് ഉയരം, 1.7 കിലോമീറ്റർ നീളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണ് മേട്ടൂർ. കനാലിലെ കുളിർജലം കാണുമ്പോൾ തമിഴ്നാടിന്റെ 11 ജില്ലകളുടെ കുടിനീരാണിത് എന്ന ഓർമ്മ വരും. കാവേരി വികാരം മാത്രമല്ല, ജീവിതം കൂടിയാകുന്നത് ഇതുകൊണ്ടാണ്. 2,71,000 ഏക്കർ സ്ഥലത്താണ് മേട്ടൂർ ഡാം ജലസേചനം നടത്തുന്നത് എന്നുകൂടി ആലോചിക്കണം. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് ഡാമുകൾ എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ ഇവിടെ സ്മരിക്കും. ഡാമിന്റെ കാഴ്ചകൾ കണ്ടു തീർന്നാൽ സ്റ്റാൻലി റിസർവോയറിലേക്ക് പോകാം. മേട്ടൂർ ഡാമിന്റെ റിസർവോയറിന് അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ജോർജ് സ്റ്റാൻലിയുടെ പേരാണ് നൽകിയത്. ആദ്യം വലതുവശത്തേക്ക് നടക്കാം. ഡാമിന്റെ നീളവും കടലുപോലെ കിടക്കുന്ന കാവേരിയെയും ഇവിടെ ആസ്വദിക്കാം. കാവേരി മേട്ടൂർ പ്രോജക്ടിന്റെ തുടക്കം കുറിച്ചതിന്റെ സ്തൂപം അവിടെയാണുള്ളത്. പൂർത്തീകരിക്കുമ്പോൾ 4.8 കോടി രൂപയായിരുന്നു ചെലവ്. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഈ ജലത്തിൽ ഒരു പങ്ക് നമ്മുടെ കബനി നദിക്കും വയനാടിനുമുണ്ടെന്നും രസകരമായ ചിന്തയാണ്. ഡാമിന്റെ കൂടുതൽ വിശാലമായ കാഴ്ച കിട്ടാൻ ടവറിലേക്ക് നടക്കണം. ചെറിയൊരു ഉദ്യാനത്തിന് നടുവിൽ ബഹുനില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ടവർ. താഴെ മേട്ടൂർ ഡാമിന്റെ നിർമ്മാണ സമയത്തെ ഫോട്ടോ ശേഖരമാണുള്ളത്. ലിഫ്റ്റിൽ കയറി മുകളിലെത്തിയാൽ ഡാമിന് പിന്നിൽ വിശ്രമിക്കുന്ന കാവേരിയെയും കാവേരി നട്ടുനനയ്ക്കുന്ന കുന്നുകളെയും കാണാം. ഡാമിന്റെ നേർരേഖയിലാണ് വാച്ച് ടവറും മുള്ളിങ്സ് പോയിന്റും. ഡാമിന്റെ എഞ്ചിനീയർ ഇൻ ചീഫ് ആയിരുന്നു ക്ലെമന്റ് മുള്ളിങ്സ്. ജനലക്ഷങ്ങളുടെ ജീവിതത്തെ ഹരിതാഭമാക്കുന്ന മേട്ടൂർ ഡാം കണ്ട് തിരികെ ഗ്രാമത്തിലേക്ക് ഡ്രൈവ് ചെയ്തു. സേലം സന്ദർശിക്കുന്നവർ ഈ എഞ്ചിനീയറിംഗ് വിസ്മയം കൂടി കാണാൻ സമയം ചെലവിടണം എന്ന് മനസ്സ് പറഞ്ഞു. ട്രാവൽ നോട്ട്സ്: ടിക്കറ്റ് എടുക്കുമ്പോൾ ഗാർഡനും വാച്ച് ടവറും ലിഫ്റ്റും ഒന്നിച്ചെടുക്കുക. നല്ല തട്ടുകട ഏതെന്ന് സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചിട്ടേ ആഹാരം കഴിക്കാവൂ. ഗാർഡനിൽ നിന്ന് വാച്ച് ടവറിലേക്ക് പോകാൻ ഓട്ടോറിക്ഷക്കാർ കത്തി ചാർജ് ചോദിക്കും. വില പേശുക. ദൂരം: സേലത്ത് നിന്ന് 51 കിലോമീറ്റർ ആണ് ദൂരം.